കഞ്ഞിക്ക് ഒരു ഉള്ളിച്ചമ്മന്തി മിക്സിയിൽ അരയ്ക്കാൻ തുടങ്ങാം. ഉള്ളിയും മുളകും കുറച്ച് പുളിങ്ങി ഉപ്പൊക്കെ ഇട്ടിട്ട്. ഞാൻ ചമ്മന്തികളൊക്കെ മിക്സിയിൽ അരയ്ക്കാറുണ്ട് കേട്ടോ. കൂട്ടാനിലേക്ക് അരയ്ക്കാറില്ല. ചമ്മന്തിയൊക്കെ എപ്പോഴും അമ്മിയിൽ അരയ്ക്കാറുണ്ട് കേട്ടോ. കൂട്ടാനിലേക്കൊക്കെ മിക്സിയിൽ അരയ്ക്കും, ചമ്മന്തികളൊക്കെ അമ്മിയിൽ അരയ്ക്കും. ആദ്യം ഇങ്ങനെ ചതച്ചില്ലെങ്കിൽ ആകെ തെറിച്ച് പോയി. എടുത്ത് വെക്കാം. ഇതും കയ്യിന് നല്ലൊരു വ്യായാമം തന്നെ. ഞാനൊരു പാള കാണിച്ചില്ലേ, ശരിക്കും ആ പാള അതിലിങ്ങനെ ഒരു പതിയാക്കാട്ടോ. ചമ്മന്തികളതി അരയാൻ പാടില്ല, ഒന്നിങ്ങനെ കടിക്കണം എന്നാ പറയും. അതുകൊണ്ടാണ് അമ്മിയിൽ അരയ്ക്കണത്. നമ്മുടെ പലഹാരത്തികളൊക്കെ ഏറ്റവും ഇഷ്ടം കുട്ടികൾ കഞ്ഞി, ചമ്മന്തി, അതിൻ്റെ ഉപ്പേരി, അധികം ചെറുപയറാട്ടോ ഇഷ്ടം. ഇത്ര അരിഞ്ഞാൽ മതി, വല്ലാണ്ട് അരിഞ്ഞാലൊരു ചൊയയും വരും, പിന്നെ ടേസ്റ്റ് കമ്മിയത്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണോ? ഞാൻ തന്നെ സൂപ്പർ, ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയട്ടെ. ചോറ് വാർത്തു. ഇത് ചൂടാറപ്പെട്ടി കൊണ്ട് അടച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിരുന്ന ഇത്രയും ചൂടാറപ്പെട്ടി കൊണ്ട് അടച്ചു വെച്ചാൽ വൈകുന്നേരം വരെ ഇതിന്റെ ചൂട് പാകമായിട്ടുണ്ടാവും. മൂന്നേക്കാരോടൊക്കെ നല്ല ചുടുന്നേരെ എടുത്ത് കഴിക്കാമല്ലോ. ഈ കുമ്പളങ്ങിയും മത്തങ്ങ കഷ്ണം കൂടി ഒരു ഓലം പോലെ വെക്കട്ടെ നോക്കട്ടെ. അതിൽ പുറത്തടുപ്പത്താവണ്ടേ എല്ലാം ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ വെക്കാലോ. പിന്നെ ഇവിടെ ഉണ്ടായ കോവയ്ക്കാണേ കക്കൂസ് പൊട്ടിച്ചെന്താണ് തെങ്ങിൻ്റെ മുകളിൽ ആ പട്ടമ്പ് കൂടെ ഒക്കെ പടർന്നിട്ടേ. ഇനി അതുകൊണ്ടൊരു ഉപ്പേരി, അതും ഈ കാബേജിന്റെ കഷ്ണം കൂടി കുട്ടി ഒരു ഉപ്പേരി, ഒരു മിക്സ്ചർ, പല കഷ്ണങ്ങളാണ്. ഇതിന്റെ തോലൊക്കെ ശരിക്കും കളയണം, മരുന്ന് കടിക്കുന്ന സാധനമായിട്ട്. ഇതും മത്തങ്ങ കഷ്ണം ഞങ്ങളുടെ വളർത്തിട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂട്ടിയിട്ട് ഒരു ഓലൻ പോലെ അല്ലെങ്കിൽ 20 ഇടാണ്ടേ വെക്കാൻ പറ്റാം. പിന്നെ ഇന്നത്തെ ഓലൻ റെഡി ആയിട്ടിട്ട് നോക്ക്. എന്താ ചേമ്പുന്തണ്ട്, മത്തങ്ങ, കുമ്പളങ്ങ, നല്ല സിമ്പിൾ കറി. ഇത് വാങ്ങട്ടെ കേട്ടോ. ഇനി ഇത് വാങ്ങിയിട്ട് ലേശം പച്ച വെളിച്ചെണ്ണ തുളിച്ചു കൊടുക്കും. അതാണ് ഇന്നത്തെ കറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പേരി എടുത്തിട്ട്
ഇതിൻ്റെ ഇരുമ്പ് ചട്ടി കേട്ടോ, അടുപ്പത്ത് വെക്കാൻ മാത്രം ഉപയോഗിക്കുന്നത്. പുറത്തടുപ്പത്ത് വെക്കും, ഗ്യാസിലൊന്നും ഇത് വെക്കാറില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കോവയ്ക്കും കാബേജ് അരിഞ്ഞതും കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് കുറച്ച് നാളികേരം പച്ചമുളക് കൂടി ചതച്ചിടും. അതാണ് ഇന്നത്തെ ഉപ്പേരി. കോവയ്ക്ക ഞാൻ എപ്പോഴും ഒരു പച്ചക്കറി തന്നെ എല്ലാം ഉപ്പേരി വെക്കുക, പല കഷ്ണം കൂട്ടിയിട്ടാണ് വെക്കുക. ചിലപ്പോൾ ഈ കാബേജ് കൂടെ നമ്മളെ മധുരച്ചീര അരിഞ്ഞു വെക്കാം കേട്ടോ, നല്ല യോജിപ്പുണ്ട്. ഇതൊന്നും വെന്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ കുറച്ച് നാളികേരവും 2 വെളുത്തുള്ളിയും പച്ചമുളക് കൂടിയും ചതച്ചിടും. മഞ്ഞൾപ്പൊടി ഇടണം. ഞാൻ തന്നെ ഇവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉണക്കിയത് ഇങ്ങനെ പൊടിക്കാറാവണേ ഉള്ളൂ, അത് പൊടിക്കുമ്പോൾ കാണിച്ചു തരാം. എന്തായിട്ട് ഇവിടെ കിടന്ന് വേവട്ടെ. എനിക്ക് കുറേ തുണികൾ മടക്കി വെക്കാൻ, വെള്ളം വരുന്ന ദിവസമാണ്. ഇപ്പോൾ കുറേ തിരുമ്പാണ്ട്, അപ്പോൾ അതിന് മുന്നേ അയക്കുലത്തെ കുറേ മടക്കി വെക്കാണ്ട് ഒക്കെ ചെയ്യട്ടെ.